ഹായ്. ഇന്നത്തെ ഈ കവർ ഫോട്ടോ കണ്ടിട്ട് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ ചേച്ചിക്ക് വേറെ ടോപ്പിക്കൊന്നും കിട്ടിയില്ലേന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇത് ഇടാൻ കാര്യം, ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഇടയ്ക്ക് കൂടുതലും പ്രവാസികളാണ് പറഞ്ഞ ഒരു കാര്യം. തമാശയ്ക്കായിട്ട് അവർ പറഞ്ഞതാണെങ്കിൽ അവർ ലാസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ മിക്സിയിൽ നല്ലതുപോലൊരു ചമ്മന്തി അരയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നുകിൽ അത് വെള്ളമായി പോവും, അതർവൈസ് ഈ അരപ്പ് പോലെ അരഞ്ഞു പോവും. ഇതുവരെ ഈ കല്ലേൽ അരയ്ക്കുന്നതൊക്കെ പല വീടുകളിൽ ചെല്ലുമ്പോൾ മിക്സിയിൽ നല്ല കല്ലേൽ അരച്ചതിൻ്റെ കൂട്ടുള്ള ചമ്മന്തി കൂട്ടിയിട്ടുണ്ട്, അവർക്കത് പറ്റുന്നില്ല. അതെങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചർച്ചകളുടെ ഇടയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ അറിയാവുന്നവരെല്ലാം അത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും മറ്റുള്ളവർക്കത് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ അവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും നമുക്ക് ടഫായി തോന്നിയേക്കാം. ആ ഒറ്റ ഒരു റീസണാണ് ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ കാര്യം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ മിക്സിയിൽ ഈ കല്ലിൽ അരയ്ക്കുന്ന കണക്ക് തന്നെ ചമ്മന്തി അരച്ച് എങ്ങനെ ഉരുട്ടിയെടുക്കാമെന്നുള്ളതാണ്. നല്ലതായിട്ട് പറ്റും. അതിന് ഞാൻ ഈ പറയുന്നത് ഫോളോ ചെയ്താൽ മാത്രം മതി. അങ്ങനെ മിക്സിയിൽ അരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അറിയാവുന്നവർ ക്ഷമിച്ചേക്കുക. ചേച്ചി വെറുതെ ടൈം പാസിന് വേണ്ടി ഇടുന്നതല്ല. പ്രയോജനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായിക്കോട്ടെ, അതിനു വേണ്ടി മാത്രം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക. അതായത് തേങ്ങ, മുളക് അല്ലെങ്കിൽ മുളക് പൊടി, ഉപ്പ്, പുളി, ഇഞ്ചി, കൊച്ചുള്ളി. ചമ്മന്തിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൊച്ചുള്ളിയാണ്. അതാണ് ടേസ്റ്റ് തരുന്നത്. ഇനി കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ഉള്ളി ഇട്ടോ, വേറെ ഓപ്ഷനൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് കൊച്ചുള്ളിയാണ്. പിന്നെ കരിയാപ്പില, ചിലർ ഒരു അല്ലി വെളുത്തുള്ളി ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പാത്രത്തിൽ അത് എടുത്തു വെക്കുക. അതിനുശേഷം ഈ ചമ്മന്തി അരയ്ക്കേണ്ട ജാറ്, നമ്മുടെ കുഞ്ഞൻ ജാറില്ലേ പൊടിക്കുന്നേ, ആ കുഞ്ഞൻ ജാറിലാണ് ചമ്മന്തി അരയ്ക്കേണ്ടത് എപ്പോഴും. അതിനകത്ത് അരച്ചെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. അതിനുശേഷം ഈ ജാറിൽ ഏറ്റവും ആദ്യം ഇടേണ്ടത് ഉള്ളിയാണ്. കാരണം ഒറ്റത്തുള്ളി വെള്ളം പോലും ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒഴിക്കരുത്. ഈ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഈ അടിയിൽ ഉള്ളി, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനം, അതായത് അതിൽ നിന്നിറങ്ങുന്ന വെള്ളം മതി നമുക്ക് ഈ ചമ്മന്തി അരയാൻ. അതിനാണ് ഉള്ളിക്ക് വെള്ളം ഉണ്ടല്ലോ, അതിനാണ് അടിയിൽ ഉള്ളി ഇടാൻ പറഞ്ഞത്. ഉള്ളി, അതിനുശേഷം ഇഞ്ചി, പിന്നെ മുളകാണെങ്കിൽ മുളക് അല്ലെങ്കിൽ മുളക് പൊടി, പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഇടുന്നു അതിൽ തേങ്ങ ഒഴികെ എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇടുക. ഓക്കെ, ഇതിത്ര ഇട്ടിട്ട് ചിലരൊക്കെ ചെയ്യുന്നത് ഈ അരപ്പരയ്ക്കുമല്ലോ, കറിക്കൊക്കെ അരപ്പരയ്ക്കുന്നത് പോലെ ഇത് ഇട്ടങ്ങ് കറക്കും. ഏറ്റവും വലിയ തെറ്റാണത്. അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കറക്കി സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് കറക്കി സ്പൂണും കൊണ്ട് സൈഡ് ഒതുക്കി കൊടുത്ത് ഇങ്ങനെ ഇച്ചിരിച്ച് കറക്കി വേണം ചമ്മന്തി അരയ്ക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കങ്ങ് അടിച്ച് 1, 2, 3 കൂട്ടിയിട്ടാൽ ഇത് കറിയായിട്ട് കിട്ടും. അതാണ് ഏറ്റവും പറ്റുന്ന അബദ്ധം. അപ്പോൾ അങ്ങനെ ചെയ്യില്ല. ഇച്ചിരി കറക്കുക, വീണ്ടും സ്പൂണിട്ട്, വെള്ളം ഒഴിക്കല്ലേ, സ്പൂണിട്ട് ഒതുക്കി കൊടുക്കുക, വീണ്ടും കറക്കുക, സ്പൂണിട്ട് ഒതുക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത ശേഷം ഒരു 1/4 ഭാഗമാകുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പുണ്ടോ, പുളി പരുവാന്നോ, എരി പരുവാന്നോ. ഇതൊക്കെ കുറവാണെങ്കിൽ നടുക്കോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അരച്ച് ഒതുക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഈ കല്ലേൽ വെച്ച് അരയ്ക്കുമ്പോൾ ഉരുട്ടിയെടുക്കുന്നത് പോലെ നല്ല പരുവത്തിന് ഉരുട്ടിയെടുക്കാൻ പറ്റും. നിങ്ങളിത് ട്രൈ ചെയ്യണം. കാരണം ചമ്മന്തി അരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക്, കാരണം ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ, നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു ചമ്മന്തിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി, വേറെ ഒരു കൂട്ടൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനമാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഇത് ഇടുന്നത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. അറിയാത്തവരൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടണേ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ തിന്നുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ദിവസം
ഞാൻ പുതിയ ഒരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.